കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. നിയമസഭാ സമ്മേളനം സർക്കാർ പ്രഹസനമാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നടപടിക്രമങ്ങളുടെ ലംഘനമാണ് പ്രത്യേക സഭാ സമ്മേളനമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സഭയിൽ നിന്ന് ഒരു ചർച്ചയുമില്ലാതെയാണ് മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം പ്രസ്താവന നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഗ്രാമീണ മേഖലയിൽ 90.75%, നഗരമേഖലയിൽ 88.89% ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. അതായത് അക്കാലത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നത് കേരളത്തിലായിരുന്നു. അവിടെ നിന്നാണ് കേരളം ഇന്ന് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത്. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം, റൂൾ 300 സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനം കൂടിയാണ്. എന്ത് പ്രസക്തിയാണ് സാറുള്ളത്? മാത്രമല്ല, കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ 300 സ്റ്റേറ്റ്മെന്റിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് ഈ റൂൾ 300 രാവിലെ പത്രത്തിൽ വന്ന പരസ്യം മുഖ്യമന്ത്രി റൂൾ 300 വായിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ്? ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്തും MS വീണയും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, ഈ നിയമസഭ വിളിച്ച് അതിനകത്ത് നിന്നാണ് ഇത്തരം ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുന്നത്. ആ നിയമസഭയിൽ നിന്നും ഇറങ്ങി ഒന്ന് 2 ജോഡ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വീടില്ലാത്തതിനെ തുടർന്ന് തെരുവിൽ അന്തിയുറങ്ങുന്ന ആളുകളെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നിയമസഭയുടെയും സെക്രട്ടേറിയറ്റിൻ്റെയും സമീപത്ത് തന്നെ കാണാൻ സാധിക്കും. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദാരിദ്ര്യമുക്ത സംസ്ഥാനം, ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നതാണ് ഈ ചോദ്യം ഉയരുന്നത്. പ്രശാന്ത്, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ദാരിദ്ര്യമുക്ത പ്രഖ്യാപനം അല്പസമയം മുമ്പാണ് നിയമസഭയിൽ പ്രത്യേക ചട്ടപ്രകാരം മുഖ്യമന്ത്രി ഉദ്ഘോഷിച്ചത്. അതിന് പിന്നാലെയാണ്, അതായത് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ വിഷയം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? അതും ഇന്നത്തെ പത്രങ്ങളിലടക്കം വന്നൊരു വാർത്തയായി പോലും വന്ന വാർത്തയെ അതേപോലെ തന്നെ മുഖ്യമന്ത്രി വായിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്നതും റൂൾ അതായത് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതടക്കമുള്ളവ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത്. തുടർന്നാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന, അതായത് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തം എന്ന ഒരു പ്രസ്താവന നടത്തുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പ്രതിപക്ഷവും ചോദിക്കുന്നത്. അതായത് നേരത്തെ പോലും ഈ നിയമസഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതായത് ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നതുമായി ബന്ധപ്പെട്ടൊരു സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. നടക്കാതെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനം ഉണ്ടാകുന്നത്. അതായത് അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. അപ്പോഴും ഇന്ന് കേരളപ്പിറവി ദിനത്തിലാണ് അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിന് ചില കണക്കുകളൊക്കെ നിരത്തുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഒന്ന് ഓർക്കണം, കാരണം ഈ മുഖ്യമന്ത്രി സംസാരിച്ച നിയമസഭാ മന്ദിരത്തിന് തൊട്ട് സമീപത്ത് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനം തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയ അതിദാരിദ്ര്യമുക്തം എന്ന പ്രഖ്യാപനം തന്നെ തെറ്റാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അങ്ങ് വനവാസി മേഖലകളിലേക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കോ ഒന്നും സഞ്ചരിക്കേണ്ട കാര്യമില്ല. ദാരിദ്ര്യത്തിന്റെ കട്ടി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ തന്നെ വീടില്ലാത്തതിനെ തുടർന്ന് റോഡിൽ അന്തിയുറങ്ങുന്ന കുടുംബങ്ങളെ പോലും നമുക്ക് കാണാൻ സാധിക്കും. അത് സെക്രട്ടേറിയറ്റിൻ്റെയും നിയമസഭയുടെയും ഒക്കെ പരിസര പ്രദേശങ്ങളിൽ നമ്മളിത് കാണുന്നതാണ്. MS വീണ കൂടി നിയമസഭയിൽ നിന്നും ചേരുകയാണ്. വീണ, വലിയ പ്രതിപക്ഷ ബഹളം സഭയിൽ ഉണ്ടായിരിക്കുന്നു. ചട്ടം ലംഘിച്ചാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാണല്ലോ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയാണ് സഭയ്ക്കകത്ത് നിന്ന് നടന്നത് വീണ?
ഗൗതം, ഈ കഴിഞ്ഞ ദിവസം ഈ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇപ്പോഴും ഈ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സഭ ചേരുന്നത്, അതായത് ഇന്ന് കേരളപ്പിറവി ദിനമാണ്, ഈ ഒരു അവധി ദിവസം തന്നെ, ഇന്ന് ശനിയാഴ്ച കൂടിയാണ്, അപ്പോൾ ഈ ഒരു അവധി ദിവസം തന്നെ സഭ ചേരുന്നതിനെതിരെ പ്രതിപക്ഷം ആദ്യം തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. തുടർന്ന് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇത്തരം വിഷയങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് സംസ്ഥാനത്തെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് സർക്കാർ ഈ ഒരു ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പുറത്തെത്തുകയും ചെയ്തു. പ്രതിപക്ഷം ഇല്ലാതെയാണ് ഭരണപക്ഷം ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയതെന്ന് കൂടിയാണ്. അതായത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ്. അത് അവരുടെ ഭാവി തീരുമാനിക്കുന്ന, നിലവിൽ ലഭിക്കുന്ന അവരുടെ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടമാകാൻ ഇത് കാരണമാകുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമേറിയ വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ സർക്കാർ ഏകപക്ഷീയമായി ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കടുത്ത പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് തുടർന്ന് സഭാ കവാടത്തിലൂടെ പ്രതിപക്ഷം പുറത്തു വരികയും വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. ഇക്കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ജില്ല അടക്കം പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നാണല്ലോ തിരുവനന്തപുരം. ഭരണസിരാ കേന്ദ്രം അടക്കമുള്ള നിരവധി കേന്ദ്രങ്ങൾ, അതായത് നിയമസഭ അടക്കം ഉൾപ്പെട്ട ഒരു ഇടം കൂടിയാണ്. ഇവിടെ നിയമസഭയ്ക്ക് പരിസരത്തും കിഴക്കേക്കോട്ടയും തമ്പാനൂരും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വാസസ്ഥലം, അവനുള്ള സാമ്പത്തിക ചുറ്റുപാട്, ഭക്ഷണം, സുരക്ഷിതമായ ഒരു പാർപ്പിടം, ഈ 4 ഘടകങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്, അതിൻ്റെ റിപ്പോർട്ടുകൾ സർക്കാർ പുറത്തുവിടേണ്ടേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2021 ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ 6 ലക്ഷത്തോളം അടുത്തു വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ദരിദ്രരായിട്ടുള്ളവർ, അത് എങ്ങനെയാണ് 64,006 ചുരുങ്ങിയത്? സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവർ 64,006 ചുരുങ്ങിയെന്ന് പറയുന്നു. ആ ചുരുങ്ങിയവർക്ക് അത്തരത്തിലുള്ള സാഹചര്യമില്ലെന്ന് പറയുന്നു. ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിലവിൽ റേഷൻ കാർഡൊക്കെ നമ്മൾ മാനദണ്ഡമാക്കുന്നതാണ്. മഞ്ഞക്കാർഡ് ഉടമകളുണ്ട് സംസ്ഥാനത്ത്. അവർക്ക് കുറഞ്ഞ നിരക്കിൽ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തു നിന്നൊക്കെ അരി ലഭിക്കുന്നുണ്ട്. ഈ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമാകുന്നത് കേന്ദ്ര പദ്ധതികളാണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ അന്ത്യോദയ അന്ന യോജന പദ്ധതികളൊക്കെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഈ പദ്ധതികളുടെ ആനുകൂല്യം കൊണ്ടാണ് ഈ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും സംസ്ഥാനത്തെ ജനങ്ങൾ കടന്നു പോകുന്നത്. സംസ്ഥാനം നൽകുന്ന ക്ഷേമ പെൻഷനൊക്കെ ഇപ്പോഴാണ് വർധനവുണ്ടായതും കൃത്യമായിട്ട് നൽകി തുടങ്ങിയതും ഈ 2 മാസക്കാലം കൊണ്ട് മാത്രമാണ്. അതും കൃത്യമായിട്ടാണെന്ന് നമുക്ക് പറയാൻ കൂടി സാധിക്കില്ല. അതിനു മുമ്പ് വരെ പൊതുജനങ്ങളടക്കം പരാതികളുമായി രംഗത്തിയ ഒരു സാഹചര്യമുണ്ട്. ജനം ടി വിയിലടക്കം നിരവധി പേർ ജനം ടി വിയിലൂടെ പ്രതികരണം നടത്തിയ മനുഷ്യരടക്കമുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുണ്ട്, കാരുണ്യ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്, എല്ലാ തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിനെതിരെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നതും. അതായത് സാമ്പത്തിക സാമൂഹ്യ രംഗത്തടക്കമുള്ളവർ വിമർശനവുമായി രംഗത്തെത്തി. മേരി ജോർജ് അടക്കമുള്ള സാമ്പത്തിക വിദഗ്ധ കഴിഞ്ഞ ദിവസം ജനം ടി വിയോട് പ്രതികരിച്ചിരുന്നു. ജനം ടി വിയോട് ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അവർ നടത്തിയിരുന്നു. കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു ഈ ഒരു നിലവിലെ ധനസ്ഥിതി, കേരളത്തിലെ ധനസ്ഥിതി വളരെ മോശമാണ്. പലതരത്തിലുള്ള പരിപാടികളൊക്കെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി നടത്തിയിട്ടുണ്ട്. ആ പരിപാടികളൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാർ ഒരു ഔദ്യോഗിക പരിപാടി കൂടി വൈകുന്നേരം നടത്തുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ താരപ്രഭയിലാണ് ഒരു പരിപാടി നടത്തുന്നത്. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ താരങ്ങളെയൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതിനായി കോടികൾ മുടക്കുന്നുണ്ട്. ഈ താരങ്ങളെ കാണാൻ എന്തായാലും പൊതുജനം എത്തുന്നു എന്നുള്ളതും പൊതുജനം എത്തും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ഇത്തരത്തിൽ ആളുകളെ കൂട്ടുമ്പോൾ ജനങ്ങൾ വാസ്തവം മനസ്സിലാക്കാതെ അത് വോട്ടിലേക്ക് എത്തും എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. കാരണം വൈകാതെ തന്നെ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ തിരഞ്ഞെടുപ്പാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും. ഈ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഇത്തരത്തിൽ സർക്കാർ ഈ ഒരു നടപടി നടത്തുന്നത്. കൃത്യത്തിൽ മനുഷ്യരുടെ അവസ്ഥ, അതായത് താഴെ തട്ടിലുള്ള മനുഷ്യരുടെ അവസ്ഥ മനസ്സിലാക്കാതെ തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണെന്നൊക്കെ ഇടയ്ക്ക് പിണറായി സർക്കാർ പറയുമ്പോൾ പോലും PR വർക്ക് നടത്തും. അതിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പും നമ്മുടെ സംസ്ഥാനത്ത് നടക്കാനിരിക്കെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് ഈ സർക്കാരിനെതിരെ നിലനിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് CPM-ന് തന്നെ CPI-ക്ക് തന്നെ ബോധ്യമുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിചിത്രമായ പ്രഖ്യാപനങ്ങൾ നിയമസഭയ്ക്കകത്ത് ഇതിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രശാന്ത് ശങ്കരമംഗലത്തും MS വീണയുമാണ് നിയമസഭയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.